തിരിച്ചെത്താം. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് BJP-യും CPM-ഉം തമ്മിലുള്ള ബാന്ധവമാണ് പുറത്തു വരുന്നത് എന്നതാണ് KC വേണുഗോപാൽ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എല്ലാത്തിലും ബാന്ധവം കണ്ടുപിടിക്കുന്നവരാണല്ലോ കോൺഗ്രസ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് മറിച്ച് ചിന്തിക്കുന്നു. ഈ പണം വാങ്ങുന്നതിൽ തെറ്റില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ രണ്ടഭിപ്രായമുണ്ടോ PM ശ്രീയുമായി ബന്ധപ്പെട്ട്? അല്ല, കോൺഗ്രസിനുള്ളിലെ അഭിപ്രായത്തെ പറ്റി പറയാം. അതിനു മുമ്പ് അങ്ങ് തന്നെ എന്നോട് ചോദിക്കുന്നതിന് മുമ്പ് പറഞ്ഞു CPI എങ്കിലും വിശ്വാസത്തിലെടുക്കാൻ സർക്കാരിന് സാധിച്ചില്ല. CPI ഒരു ഘടകകക്ഷിയാണ്, അവർ മറ്റൊരു പാർട്ടി തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ. ഈ സംസ്ഥാന സർക്കാരിന്റെ നാഥൻ പിണറായി വിജയൻ ആണെങ്കിലും ആ പാർട്ടിയെ സംബന്ധിച്ച് ഇന്ന് ഇന്ത്യയിൽ റബ്ബർ സ്റ്റാമ്പ് ആണെങ്കിൽ പോലും MA ബേബി എന്നൊരു സെക്രട്ടറി ഉണ്ടല്ലോ, ആ റബ്ബർ സ്റ്റാമ്പിനെ ബോധ്യപ്പെടുത്താൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് സ്ഥിരമായി എടുത്ത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സീലടിക്കുന്ന റബ്ബർ സ്റ്റാമ്പ് ഉണ്ടല്ലോ, ആ സ്റ്റാമ്പിനോടെങ്കിലും കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ? മുമ്പ് പല സമരങ്ങളും നടത്തിയ സമരം പിൻവലിച്ചപ്പോ ഏത് സമരം ആര് പിൻവലിച്ചു എന്ന് ചോദിച്ചാൽ ഡോക്ടർ തോമസ് ഐസക്കിനെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ UDF കാലത്ത്. അതുപോലെ ഇന്ന് MA ബേബിക്ക് ഏത് നയം, എന്ത് നയം എന്ന് ചോദിക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ്. നോക്കൂ, SFI ആണല്ലോ ഈ വിഷയത്തിൽ വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഇടതുപക്ഷത്തു നിന്നുള്ള ശക്തമായ പ്രതിരോധം ഉയർത്തേണ്ടത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയായിരുന്നു. പക്ഷെ SFI ഇഴയുകയല്ല, നിരങ്ങുകയാണ്. നിരങ്ങി ഏതറ്റം വരെയാണോ സർക്കാർ പറയുന്നത് ആ ഉച്ചിഷ്ടം അത് വാങ്ങി ഭക്ഷിക്കാൻ വേണ്ടി നടക്കുകയാണ് SFI. അവരുടെ നിലപാടെന്താ? അവർ പറഞ്ഞിരുന്നത് ഞങ്ങൾ സംഘപരിവാർ വൽക്കരണത്തെ എതിർക്കുന്നവരാണ് എന്ന് പറഞ്ഞാണല്ലോ SFIയുടെ സംസ്ഥാന സെക്രട്ടറി മറ്റേ ഗവർണറിന്റെ വീടിന്റെ മുകളിൽ കയറുന്നു, അവിടെ ഒരു ചിത്രമുയർത്തി കാണിക്കുന്നു, എന്നിട്ട് സംഘപരിവാർ അജണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എത്ര വലിയ സമരങ്ങളാണ് അവർ നടത്തിയത്. ഇപ്പോൾ ആർജവമുണ്ടെങ്കിൽ ഈ സംഘപരിവാർ അജണ്ടയെ, ഈ സംഘപരിവാർ വൽക്കരണത്തെ, സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള പിണറായി വിജയൻ നരേന്ദ്രമോദി ടീമിന്റെ നയത്തെ എതിർക്കാൻ അവർക്ക് വസന്ത്, അതിലേക്കൊക്കെ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് താങ്കളോട്. പക്ഷെ ഞാൻ ആദ്യം ചോദിച്ച പ്രാഥമികമായി ചോദിച്ച കാര്യം, താങ്കൾ SFIയുടെയും DYFIയുടെയും CPM-ന്റെയും CPI-യുടെയും കാര്യങ്ങൾ പറഞ്ഞു. കോൺഗ്രസിൽ എന്തുകൊണ്ട് രണ്ടഭിപ്രായം എന്ന കാര്യത്തിൽ മറുപടി പറഞ്ഞാൽ നമുക്ക് ആ ഘട്ടത്തിലേക്ക് കടക്കാം. താങ്കൾ ചോദിച്ച മറ്റു ചോദ്യങ്ങളിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണെങ്കിൽ പ്രതിപക്ഷ നേതാവിന് ഒരു നിലപാടും KC വേണുഗോപാലിന് മറ്റൊരു നിലപാടുമായി മാറുന്നത്? പണം വാങ്ങാം, കേരളത്തിന് അവകാശപ്പെട്ടതാണ്, കേരളത്തിന്റെ നികുതി പണമാണ്, അത് വാങ്ങണം എന്നത് തന്നെയാണ് പ്രതിപക്ഷ നേതാവിന് പറയാനുള്ളത്. അത് തന്നെയല്ലേ വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞത്? ഒരു നിലപാടിന്റെ വ്യക്തത കുറവുമില്ല. ശ്രീ KC വേണുഗോപാൽ പറഞ്ഞത് സംഘവൽക്കരണം നടത്തുന്നത്, കാവ്യവൽക്കരണം നടത്തുന്നതിന്റെ അജണ്ടയാണ് PM ശ്രീ. അത് പാടില്ല. കർണാടകയിലും തെലങ്കാനയിലും ഒക്കെ നടക്കുന്നത് കേരളത്തിൽ നടക്കുമ്പോൾ മാത്രം എങ്ങനെ സംഘവൽക്കരണമാകും എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. അങ്ങേക്കും ജയരാജനും കൂടിയുള്ള ഉത്തരം പറയാം. ഈ PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കിയാൽ ഇന്ത്യയിൽ ആദ്യമായി BJP ഇതര സർക്കാർ നടപ്പിലാക്കുന്ന ആ ഒന്നാമത്തെ സർക്കാർ കേരളമായിരിക്കും. അപ്പൊ നിങ്ങൾ കർണാടകയിൽ നടപ്പിലാക്കില്ലേ? കർണാടകയിൽ കോൺഗ്രസ് സർക്കാരാണോ ജയരാജ നടപ്പിലാക്കിയത്? തെലുങ്കാനയിൽ നടപ്പിലാക്കിയില്ലേ എന്ന് ചോദിക്കുമ്പോ പ്രിയപ്പെട്ട ജയരാജ, അവിടെ കോൺഗ്രസ് സർക്കാരാണോ നടപ്പിലാക്കിയത്? അല്ല, ഇപ്പോൾ ഭരിക്കുന്നത് കോൺഗ്രസ് ആണല്ലോ. അവിടെയാണ് ജയരാജൻ അടക്കമുള്ളവർ പറയുന്നതിലെ പ്രശ്നം. അതായത് ഞങ്ങൾ ഒപ്പിട്ടാൽ എന്താ കുഴപ്പം, ഞങ്ങൾക്ക് ഇതുമായി ഫൈറ്റ് ചെയ്യാൻ പറ്റുമല്ലോ? പറ്റില്ല. ഒരു സംസ്ഥാന സർക്കാർ, അതൊരു കണ്ടിന്യൂയിങ് സർക്കാരാണ്. BJP-യോ LDF-ഓ കോൺഗ്രസോ ആര് വന്നാലും സംസ്ഥാനത്തെ ഭരണഘടനാ പ്രകാരം ഇറ്റ്സ് എ കണ്ടിന്യൂയിങ് പ്രോസസ്, ഇറ്റ്സ് എ കണ്ടിന്യൂയിങ് ഗവൺമെന്റ്. ആ ഒരു ഗവൺമെന്റ് കേന്ദ്രവുമായി MOU ഒപ്പിട്ട് ആ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ മുഴുവൻ അത് ഇൻജക്ട് ചെയ്താൽ അത് റീഇൻജക്ട് ചെയ്യാൻ പറ്റില്ല. അതെങ്ങനെ പറ്റുന്നത്? നിയമപരമായി സാധിക്കുമോ? ജയരാജന് അറിയാമോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം? പറ്റില്ല. കർണാടക തിരിച്ചുപോയല്ലോ. അവര് 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിൽ കർണാടക തിരിച്ചുപോയി. അറിഞ്ഞില്ലായിരുന്നു? താങ്കൾ അറിഞ്ഞില്ല? ചുമ്മാതെ പറയാതെ. വസന്ത് തെറ്റാണ്. പറയുന്നത് തെറ്റാണ്. അല്ല, എന്ത് തെറ്റാണുള്ളത് ഒന്ന് പറയൂ, ഒന്ന് വിശദമാക്കി തരൂ. അല്ലല്ല, കർണാടക തന്നെ ഈ പറയുന്ന കർണാടക തന്നെ FIUGP 4 ഇയർ. ഞാൻ പറയുന്ന കേക്കോ, കർണാടകയിൽ FIUGP 4 വർഷം നടപ്പിലാക്കിയിട്ട് പിന്നോക്കം പോയി. അത് ഒപ്പിട്ടെങ്കിൽ അത് അതിന്റെ കാര്യമില്ല. അങ്ങയുടെ അവസരത്തിൽ സംസാരിക്കൂ. ഈ ചർച്ച തുടങ്ങി ഏതാണ്ട് 8:24 ആകുന്നു. 24-20 മിനിറ്റ് സംസാരിച്ച നിങ്ങളാണ്.
4 മിനിറ്റാണ് ഷാജിർ ഖാൻ സംസാരിച്ചത്. എന്നിട്ട് പോരാഞ്ഞിട്ട് ഇനി എന്റെ അവസരത്തിലും കൂടെ കയറി അങ്ങേക്ക് കവലപ്രസംഗം നടത്തണമെങ്കിൽ അത് സൗകര്യമില്ല. പറഞ്ഞോളൂ, അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കേണ്ട. അദ്ദേഹത്തിന്റെ വാദം പറഞ്ഞല്ലേ ഉള്ളൂ. താങ്കൾ പറഞ്ഞോളൂ വസന്ത്. അദ്ദേഹത്തിന്റെ വാദം അദ്ദേഹത്തിന്റെ അവസരത്തിൽ അവതരിപ്പിക്കാൻ പറയൂ. അല്ലാതെ 20 മിനിറ്റ് മുഴുവൻ വിഴുങ്ങിയിട്ട് വേറൊരാളുടെ അവസരത്തിലും കൂടെ കയറി ഞാൻ ചോദിച്ചതിനുള്ള മറുപടികളാണല്ലോ അദ്ദേഹം പറഞ്ഞത്. താങ്കൾ പറയൂ, താങ്കളുടെ അവസരത്തിൽ താങ്കൾ പറഞ്ഞോളൂ. വ്യക്തിപരമായ അധിക്ഷേപത്തിലൊന്നും പോകണ്ട വസന്ത്. താങ്കൾ താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. രേണു എന്നോടല്ലേ ചോദിക്കുന്നത്? രേണു എന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ മറുപടി പറയാൻ അത്യാവശ്യം ദൈവാനുഗ്രഹം കൊണ്ട് നാക്കും മലയാള ഭാഷയും അറിയാവുന്ന ആളാണ് ഞാൻ. അത് എനിക്ക് ജയരാജന്റെ സഹായത്തിന് ആവശ്യമില്ല. ഞാൻ ആവശ്യം വരുമ്പോ ഒരു ടൈപ്പ് റൈറ്റർ കൂടെ വെക്കാം, അപ്പൊ വിളിക്കാൻ ജയരാജനെ. അദ്ദേഹം ഇടപെട്ട ഒരു കാര്യം പറഞ്ഞതല്ലേ, അതൊരു കവല പ്രസംഗമൊന്നുമല്ല. താങ്കളും ഇടപെട്ട് കാര്യങ്ങൾ പറയാനില്ലേ ചാനൽ ചർച്ചകളിൽ? താങ്കളും ഇടപെട്ട് സംസാരിക്കുന്ന വ്യക്തിയൊക്കെ തന്നെയാണ്. താങ്കൾ പറഞ്ഞോളൂ, അവസരവും സമയവും കളയണ്ട. അല്ല, അയാളുടെ ക്ലാസ് കേൾക്കാനാണോ ഞാൻ ഇരിക്കുന്നത്? അയാൾ എന്നെ പഠിപ്പിക്കാൻ വരുന്നു. വളരെ കൃത്യമായി ഞങ്ങൾ പറയുന്നു, കർണാടക ഞാൻ വളരെ കൃത്യമായി വളരെ ഷാർപ്പാണ്. ഈ കേരളം ഈ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയാൽ BJP ഇതര സർക്കാർ ഇന്ത്യയിൽ ആദ്യമായി ഇത് നടപ്പിലാക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് നാണവും മാനവും ഉണ്ടാവില്ല, നിങ്ങൾക്ക് യാതൊരുവിധ ഉളുപ്പും ഉണ്ടാവില്ല. അച്യുതാനന്ദന്റെ ഭാഷയാണ് കേട്ടോ, പൊളിറ്റിക്കൽ ഇൻകറക്ട്നെസ് ഒന്നുമില്ല. നിങ്ങൾക്ക് യാതൊരുവിധ ഉളുപ്പും ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാ? കാരണം നിങ്ങളുടെ തന്നെ മുന്നണിയിലെ ഒരു സർക്കാർ എടുത്ത തീരുമാനം ആ മുന്നണിയിലെ മറ്റൊരു ഫ്രാക്ഷനായ നിങ്ങൾ നടപ്പിലാക്കുന്നു. അതിൽ തെറ്റില്ല. നിങ്ങൾക്ക് സ്റ്റാലിനെ വിളിച്ചുകൊണ്ടൊന്ന് പ്രസംഗിപ്പിക്കാനും ഉദ്ഘാടിപ്പിക്കാനുമേ അറിയുകയുള്ളൂ. ശ്രീ സ്റ്റാലിൻ എടുക്കുന്ന പോലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ അറിയില്ല. വളരെ കൃത്യമാണല്ലോ. ഇപ്പോ നിങ്ങൾ വലിയമായി പറഞ്ഞല്ലോ, കാവ്യവൽക്കരണത്തിനെതിരെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി സവർക്കറിനെ പറ്റി പഠിക്കണമെന്ന് പറഞ്ഞ സർവകലാശാല ആരുടെ കീഴില? അത് സിലബസിൽ ഉൾപ്പെടുത്തിയത് സംഘപരിവാർ സിലബസുകൾ പോലും, സംഘപരിവാർ യൂണിവേഴ്സിറ്റികൾ പോലും, അവർ നിയന്ത്രിക്കുന്ന ചാൻസലർമാർ പോലും പഠിച്ചിരുന്ന കാലത്ത് നിങ്ങളുടെ കേരളത്തിലാണ്. നിങ്ങൾ നിയന്ത്രിക്കുന്ന, നിങ്ങൾ ഒപ്പിട്ട് കൊടുത്ത് ചാൻസലറാക്കി വെച്ച ആളുടെ കീഴിലാണ് സവർക്കറിനെ പറ്റി പഠിപ്പിക്കാൻ പോയത്. അപ്പോ സംഘപരിവാർ പറയുന്നതിനേക്കാൾ കൃത്യമായി, സംഘപരിവാർ നടപ്പിലാക്കുന്നതിനേക്കാൾ വ്യക്തമായി വൃത്തിക്ക് കാവ്യവൽക്കരണം നടപ്പിലാക്കുന്നത് CPM ആണ് എല്ലാ കാലത്തും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ നിലപാട് വളരെ ക്ലിയർ ആണ്, ക്രിസ്റ്റലാണ്. ആ ക്രിസ്റ്റലായ നിലപാട് PM ശ്രീ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ MOUവിൽ ഒപ്പിട്ടാൽ അതിൽ ഒന്നാമത് മുതൽ പറഞ്ഞു വരുന്ന കാവ്യവൽക്കരണം, സഫോണിക്കേഷൻ ആയിട്ടുള്ള ഭാഗങ്ങൾ, ഒന്ന് NEP നടപ്പിലാക്കണം തുടങ്ങിയുള്ള സെൻട്രലിന്റെ പിടുത്തം, കഴുത്തിലുള്ള പിടുത്തം വീഴും. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതല്ല, KC വേണുഗോപാൽ പറഞ്ഞതാണ് കോൺഗ്രസിന്റെ നയം എന്ന് ഞങ്ങൾ മനസ്സിലാക്കണം. എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞെന്താ? താങ്കൾ പറയുന്നതും KC പറയുന്നതും ഒന്നാണ്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് മറ്റൊന്നാണ്. ഈ പൈസ കണ്ടെത്താൻ അതായത് ഇവർ ഈ പറയുന്ന PM ശ്രീയുമായി ബന്ധപ്പെട്ട പൈസ നേടിയെടുക്കാൻ ഇങ്ങനെ ഒരു MOU കൊണ്ടുവരുന്നത് തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് അല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ ആണ്. അതിനെതിരെ സംസ്ഥാന സർക്കാർ പോരാടണം, നിയമപരമായി മുമ്പോട്ട് പോകണം. അതിനെന്താ സംസ്ഥാന സർക്കാരിന് ഇത്ര മടി? അങ്ങനെയാണെങ്കിൽ ഈ താങ്കൾ പറഞ്ഞ ആരെങ്കിലും ഒപ്പിട്ടതായിക്കോട്ടെ, കർണാടകത്തിലും തെലങ്കാനയിലും ഹിമാചലിലും ഒക്കെ അതാകാമല്ലോ. നിയമ നടപടികൾക്ക് അവരെ ആരെങ്കിലും പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അവിടെ ഒന്നും ഒരു നിയമ നടപടിയും നമ്മൾ കാണുന്നില്ലല്ലോ. എന്തുകൊണ്ട് കേരളത്തിന്റെ കാര്യത്തിൽ മാത്രം? രേണു, ഞാനതാണ് പറഞ്ഞത്. അങ്ങനെ ഒരു MOU ഒപ്പിട്ട് ഈ പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു 3-3.5 വർഷം ഇൻജക്ട് ചെയ്തെടുത്ത് നിന്ന് റീഇൻജക്ട് ചെയ്യുക, പിൻവലിക്കുക എന്ന് പറയുന്നത് ടെക്നിക്കലി ആൻഡ് ലീഗലി പോസിബിൾ അല്ല. ആണ് എങ്കിൽ ശ്രീ ജയരാജ് അദ്ദേഹത്തിന്റെ തെറ്റുപറ്റിയാൽ തിരുത്തുകയല്ലേ വേണ്ടത്? നമ്മുടെ ഭരണ സംവിധാനവും നിയമ സംവിധാനവും ഒക്കെ അതിനുള്ള അവകാശം നൽകിയിട്ടുണ്ട്. എനിക്കറിയില്ല അങ്ങനെ ഏതെങ്കിലും ലീഗൽ പോയിന്റ് ഉണ്ടോ, പിന്നീട് തിരിച്ചു പോകാൻ പറ്റാത്ത ആ തെറ്റ് തുടർന്നുകൊണ്ടിരിക്കണം എന്നൊരു ലീഗൽ പോയിന്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. താങ്കൾ ഒരു അഭിഭാഷകൻ കൂടിയാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം, മറ്റു അതിഥികളിലേക്കും എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം.